അപ്പോൾ ഇന്നത്തെ വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇവിടെ കുറച്ച് ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു പ്രാവശ്യമെങ്കിലും ചിക്കൻ കൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. പിന്നെ നിങ്ങൾ ഇങ്ങനെ തന്നെ എന്നിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയും ചേർത്ത് കൊടുത്താണ് കേട്ടോ കഴുകിയെടുത്തത്. ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തൈര് കുറച്ച് മാത്രം മതി കേട്ടോ, ഒരു 2 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി, നിങ്ങൾ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ സാധാ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കസൂരി മേത്തിയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല പൊടിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല പൊടിയാണ്. ഇത് നമ്മൾ കല്യാണ വീടുകളിലൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഗരം മസാല പൊടിയാണ് കേട്ടോ. ആർക്കും വേണമെങ്കിൽ ഈ ഇവിടെ കൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. എല്ലാത്തിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ബിരിയാണി മസാലപ്പൊടി കൊണ്ട് തന്നെ ഞാൻ വെജിറ്റബിൾ കറി ആയാലും അതുപോലെ തന്നെ മുട്ടക്കറി ആയാലും അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ബിരിയാണിക്കും എല്ലാത്തിലും ചേർത്ത് കൊടുക്കലുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മന്തിയൊക്കെ വെക്കുന്നേരം ഞാൻ അതിലൊക്കെ ഒരു നുള്ളി ചേർത്ത് കൊടുത്ത് നല്ല ഫ്ലേവറാണ് കേട്ടോ. അപ്പം വാങ്ങിയവർ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആർക്കും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം തന്നെ മിക്സ് ആക്കിയിട്ട് കുഴച്ചെടുക്കാം. ആ ഒരു മസാല കൂട്ട് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. ഇത് 1/2 മണിക്കൂർ നമുക്കങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല, ഞാൻ അപ്പം തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ പെരക്കി വെച്ച ആ ഒരു ചിക്കൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടെ, നല്ലൊരു ഫ്ലേവർ കൊടുക്കുക. ചിക്കൻ അവിടെ നല്ലോണം തന്നെ പൊരിഞ്ഞ് വന്നോട്ടെ. ഇനി ഇതാ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തത്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ഏലക്ക അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ 2 ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 2.5 മുറി വലിയ ഉള്ളി അതുപോലെ തന്നെ 3 തക്കാളി പിന്നെ 5-6 പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കാഷ്യൂ ഒരു 5-10 എടുത്തിട്ടോ. അപ്പോൾ ഇതാ വലിയ ഉള്ളി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. നല്ലോണം തന്നെ വാടി വരണം കേട്ടോ. അപ്പോഴേക്കും ചിക്കൻ ഇവിടെ നല്ലോണം തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡൊക്കെ നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടൊന്ന് നല്ലോണം മുരിച്ചെടുക്കാം കേട്ടോ. അധികം കല്ല് പോലെ ആയിപ്പോണ്ട, എന്നാലും ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ. നമ്മൾ കറീൻ്റെ അകത്തുനിന്ന് അങ്ങനെ വേവിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഞാനിങ്ങനെ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി നല്ലോണം തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഉള്ളി നല്ലോണം തന്നെ വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് തക്കാളി അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കാഷ്യൂവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ വഴറ്റി കൊടുക്കുക. ഇത് നല്ലോണം തന്നെ വഴറ്റിയതിന് ശേഷം ഇത് മൂടി വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം തന്നെ വെന്തുടഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 5-8 കാശ്മീരി മുളകാണ്. ഇതില്ലെങ്കിൽ സാധാ മുളക് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1.5 ടീസ്പൂണ് സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതാകുമ്പോൾ നല്ല കളർ കൊടുക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ലോണം തന്നെ വെന്ത് വന്നോട്ടെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായി ഇതിലേക്ക് ഒരു കഷ്ണം മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി അവിടെ നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ തക്കാളി നല്ലോണം തന്നെ നമുക്ക് ഇത് ഒന്ന് ഉടച്ചെടുക്കണം. ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ. വെന്ത് കഴിഞ്ഞതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞു കിട്ടും. ഇനി ഇത് ഞാൻ ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചൂട് തണിയണമെങ്കിൽ ഏതെങ്കിലും പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഇതിൽ തന്നെ വെച്ചിട്ട് ചൂടാറ്റി എടുത്തതാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജാറിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇത് മുഴുവനായിട്ട് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇളം ചൂടുള്ള വെള്ളമാണ് ഇട്ട് ഒഴിച്ച് കൊടുത്തത്. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. കണ്ടില്ലേ, ഇതേപോലെയാണ് നല്ല മഷി പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ അരച്ച പോലെ ഉണ്ട് കേട്ടോ ഇത് കണ്ടിട്ട്. അപ്പോൾ ഇത് നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ വഴറ്റി ആ ഒരു പാത്രമില്ലേ അതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറച്ചധികം തന്നെ ഒഴിച്ച് കൊടുക്കുക. കുറേ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും ഒഴിച്ച് കൊടുക്കുക. അധികം നേർത്ത് പോകണ്ട കേട്ടോ, കുറച്ച് കട്ടിക്ക് തന്നെ ഇരിക്കണത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കട്ടോ. പച്ചവെള്ളമാകുന്ന സമയത്ത് ഒരു വെള്ളത്തിൻ്റെ ചോയ വരും. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം തന്നെ തിളപ്പിച്ചെടുക്കട്ടോ. ചിക്കൻ്റെ ആ ഒരു അടിഭാഗമില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വരണ്ടണ്ട് കേട്ടോ. കുറച്ച് മേൽഭാഗത്തുനിന്ന് ആ ഒരു ബട്ടറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഇല്ല, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തിയോ അതുപോലെ തന്നെ മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് കേട്ടോ ആഡ് ആക്കുന്നത്. കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫ്രഷ് ക്രീമാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അതുണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കുക. സാധാരണ ഇല്ലേ കറി കുറച്ച് ടൈറ്റിലാണ് ഇട്ടുണ്ടാകുക, നല്ല എന്താ കുറുകിയിട്ടാണ് വേണ്ടത്. പക്ഷെ എനിക്ക് ഗ്രേവിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറുകിയ ടൈപ്പിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ അത് തിളയ്ക്കുന്നതിനനുസരിച്ച് ഒന്ന് കുറുകിയും വരും കേട്ടോ. അപ്പോൾ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റാണ്. ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോ ഒക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാൻ മറന്നു വെറുതെ. അപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നുമില്ല. എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണേ. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചാൽ വീഡിയോ നമ്മളെ പേജൊന്ന് ഫോളോ ചെയ്യാൻ മറന്നു വെറുതെ. ഇപ്പോൾ കണ്ടില്ലേ നമ്മളെ കറി വിടായിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഞാൻ അധികം നേരം തിളപ്പിക്കുന്നില്ല കേട്ടോ, കുറച്ച് നേരം മാത്രമാണ് തിളപ്പിക്കുന്നത്. അപ്പോൾ പാകത്തിനൊക്കെ ഉപ്പ് ഉണ്ട് നോക്കുക. അപ്പോൾ ഇനി അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയുമേ കാണാം.